ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് വേണ്ടതെന്തോ അതെല്ലാം നമ്മിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്നു. അന്യമായ ഒന്നിൻ്റെയും ആവശ്യമില്ല. എന്നാൽ ദേഹത്തിന് നിലനിൽപ്പിന് പരസ്പര ക്രയവിക്രയങ്ങൾ ആവശ്യമാണ്. പ്രകൃതിയിലെ പല വസ്തുക്കളെയും എടുത്ത് സംയോജിപ്പിച്ചുകൊണ്ടാണ് ദേഹമാകുന്ന കൂട് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് പലതിൻ്റെയും ആശ്രയം ആവശ്യമുണ്ട്. എന്നാൽ നമ്മിലെ അന്തര്യാമിയായിരിക്കുന്ന ആ പരമസത്തയ്ക്ക് ബാഹ്യമായ ഒന്നിൻ്റെയും ആവശ്യമില്ല. എന്നിട്ടും അത് തനിക്ക് വേണ്ടതെല്ലാം തരാൻ കഴിയുന്നത് തന്നിൽ തന്നെയുണ്ട് എന്നറിഞ്ഞിട്ടും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും യാചന നടത്തുകയാണ്. അതൊരു കവി പറയുന്നു: ആശിപ്പതേകുന്ന കൽപ്പദ്രുമത്തിൻ്റെ ചോട്ടിൽ തണൽ പറ്റി ഭിക്ഷയാചിക്കുന്നു, പാന്തരാരെങ്കിലും നീട്ടിയെറിയുന്ന നാണയത്തൊട്ടിൽ സംതൃപ്തി പൂണ്ടിയിടുന്നു. ഇതാണ് നമ്മളുടെ സ്വഭാവം. എന്താണ്? ആശിപ്പതേകുന്ന കൽപ്പത്തരുവിൻ്റെ, എന്തും ഇച്ഛിച്ചത് തരാൻ കഴിയുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നിട്ടും ആ പരമസത്യം അറിയാതെ ഭിക്ഷക്കാരെറിഞ്ഞു തരുന്ന നാണയത്തൊട്ടിൽ മാത്രമാണ് നാം സംതൃപ്തി നേടുന്നത്. നാം അറിയാതെയാണ് ഇതെല്ലാം. അതേപോലെ പരിപൂർണമായ ആനന്ദം തരുന്ന ആ പരമാത്മാവ് നമ്മളിൽ അന്തർലീനമായി നിറഞ്ഞിരിക്കേ അതറിയാതെ, അതാണ് കൽപ്പത്തരു. ഇന്ദ്രിയങ്ങളിൽ കൂടി തുച്ഛമായി കിട്ടുന്ന വിഷയസുഖങ്ങൾക്ക് വേണ്ടി നാം അന്യാശ്രയം നടത്തുന്നു. എന്നിട്ട് ഭിക്ഷയാചിക്കുകയാണ്. തന്നിലുള്ളതിനെ അറിയാതെ താൻ യാചന നടത്തുന്ന ആ ദയനീയ കാഴ്ചയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എത്ര ദയനീയമായ ഒരു വിവരണമാണ്, അല്ലെങ്കിൽ ഒരവസ്ഥാവിശേഷമാണ് ഓരോ മനുഷ്യനിലും വന്നിരിക്കുന്നത്. തന്നിലെ അനന്തമായ ശക്തിവിശേഷത്തെ മറന്ന് തുച്ഛമായ അന്യൻ്റെ ഉപാധികളിൽ നിന്ന് കിട്ടുന്ന സുഖത്തിൻ്റെ പുറകെ പായുന്ന പാന്തരാണ്, അല്ലെങ്കിൽ വഴിയാത്രക്കാരാണ് നാം ഓരോരുത്തരും. നമ്മൾ എത്ര പതിതരും ദുഃഖിതരുമാണ്. എന്നാൽ എല്ലാത്തിൻ്റെയും ഉടമയായിരിക്കുന്ന നാം അടിമയായി മാറിയിരിക്കുന്നു. ഈ അടിമത്വത്തിൽ നിന്നും മോചനം നേടണമെങ്കിൽ മനസ്സിൻ്റെ ചാബല്യങ്ങളെ അടക്കി മനസ്സിനെ പരമാത്മാവിലേക്ക് തിരിച്ചു വിടുക തന്നെ വേണം. അപ്രകാരം തിരിച്ചുവിടാൻ നമുക്ക് സാധിച്ചാൽ നാം ഓരോരുത്തരും അനന്തമായ ആനന്ദത്തിൻ്റെ ഉടമകളായിത്തീരും. അതാണ് നമ്മുടെ ജന്മരഹസ്യം. നമ്മൾ ജനിച്ചു വന്നിരിക്കുന്നത് മർത്യദേഹം നമുക്ക് സുഹൃതാധിക്യത്താൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആ പരമസത്യം ബോധിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ ആശിപ്പതേകുന്ന കൽപ്പദ്രുമത്തിൻ്റെ ചോട്ടിൽ തണൽ പറ്റി ഭിക്ഷയാചിക്കുന്നു, പാന്തരാരെങ്കിലും നീട്ടിയെറിയുന്ന, ഒഴിപോക്കന്മാരായിട്ടുള്ള ആളുകൾ വലിച്ചെറിഞ്ഞു തരുന്ന നാണയത്തൊട്ടിൽ സംതൃപ്തി പൂണ്ടിയിടുന്നു. പാന്തർ ഒഴിപോക്കന്മാർ ആരെങ്കിലും എറിയുന്ന ഒരു നാണയത്തൊട്ടിൽ നമ്മൾ സംതൃപ്തി നേടുന്നു. മറ്റുള്ള വ്യക്തികളിൽ നിന്നും കിട്ടുന്ന അന്യമായ തുച്ഛമായ സുഖമാണ് പരമസുഖം എന്ന് തെറ്റിദ്ധരിച്ച് താൻ സുഖിയാണ്, താൻ സുരക്ഷിതനാണ് എന്ന് കരുതുകയാണ്. നമ്മളെല്ലാവരും സുരക്ഷിതരാണെന്നാണ് വാസ്തവത്തിൽ നമ്മുടെ ധാരണ. നാം അരക്ഷിതരാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഈ ദേഹബുദ്ധി നമ്മളിൽ ഉള്ള കാലം വരെ നമ്മൾ അരക്ഷിതരാണ്. നമ്മൾക്കൊരിക്കലും സുരക്ഷയും ഉണ്ടാവുകയില്ല. എന്നാൽ നാം ആ പരമാത്മാവിനെ നിരന്തരം ബോധിച്ചാൽ, നാം അതാണെന്ന് ബോധിച്ചാൽ മാത്രമാണ് നാം സുരക്ഷിതരായിത്തീരുന്നത്. ആ സുരക്ഷാബോധമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്.
അതിന് നാം നിരന്തരമായ ആത്മവിചാരത്തോടുകൂടി ഓരോ സെക്കൻഡും വിനിയോഗിക്കുകയാണ് വേണ്ടത്.